പട്ടാമ്പി എം.എൽ.എ. മുഹമ്മദ് മുഹ്സിൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ സഹോദരിയെ അപമാനിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഭീഷണി. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മുഖം അടിച്ചു പൊളിക്കുമെന്നായിരുന്നു ഭീഷണി. സെക്രട്ടറിക്കെതിരെ നിരന്തരം പരാതികൾ വന്നെന്നും സ്ത്രീകളോടടക്കം മോശമായി പെരുമാറിയതിനാലാണ് ഈ ഭാഷയിൽ സംസാരിച്ചത് എന്നും എം.എൽ.എ. പറഞ്ഞു. ഭീഷണി ഫോൺ കോളിന്റെ ഓഡിയോ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പുറത്തുവിട്ടു. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ എം.എൽ.എ. ആണ് വിളിക്കുന്നത്. പറയൂ സർ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ കാര്യം വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങളവിടെ കരുതിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടു. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. ഗോകുൽ വി.എസ്. വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു. ഗോകുൽ, സ്ത്രീകളോട് മോശമായി പെരുമാറി, വീട്ടിലെ സഹോദരിയോട് മോശമായി പെരുമാറി എന്നാണ് എം.എൽ.എ. പറയുന്നത്. ഏത് തരത്തിൽ മോശമായി പെരുമാറി എന്നത് ഈ ഫോൺ കോളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമല്ല. പക്ഷെ അപ്പോഴും എം.എൽ.എ. പറയുന്നത് മര്യാദയോടെ പെരുമാറിയില്ല എങ്കിൽ അടിച്ച് മോന്ത പൊളിക്കുമെന്നാണ്. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സഹോദരിയുടെ ജഗദീഷ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ലൈറ്റ് മാരേജിൻ്റെ കാര്യവും പറഞ്ഞ് കളിയാക്കി എന്നുള്ളതാണ് എം.എൽ.എ. ആരോപിക്കുന്നത്. അതേസമയം തന്നെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയും കളിയാക്കി. അങ്ങനെയാണ് അതിനെ തുടർന്ന് സഹോദരി കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ ഫോൺ കോൾ ഉണ്ടായതെന്നാണ് എം.എൽ.എയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് നിരവധി പരാതികൾ ഈ ജഗദീഷിനെതിരെ വന്നു. ആ സാഹചര്യത്തിലാണ് ഇയാളെ വിളിച്ച് സംസാരിച്ചത്. ആ സമയത്ത് ഇത്തരത്തിൽ സ്ത്രീകളോടക്കം മോശമായി പെരുമാറിയതുകൊണ്ട് ആ ഒരു വികാരത്തിൽ അത്തരത്തിലൊരു മോശം ഭാഷ താൻ പ്രയോഗിച്ചു എന്നുള്ളതാണ് എം.എൽ.എ. പറയുന്നത്. ഇതിൽ പ്രധാനമായും വിഷയം ഇത്തരത്തിൽ സ്വാഭാവികമായും ജനപ്രതിനിധികൾ ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ഇടപെടുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ അവർ പ്രയോഗിക്കേണ്ട ഒരു ഭാഷയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഒരു എം.എൽ.എ. ആകുന്നത് തന്നെ അവർ പലർക്കും മാതൃകയാകേണ്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. പരാതി വരുമ്പോൾ എം.എൽ.എ. ഇടപെടുന്നതൊക്കെ സ്വാഭാവികമാണ്. വിളിച്ച് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകണമെങ്കിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ. സഹോദരിയെ മനസ്സ് വിഷമിപ്പിച്ചു എങ്കിൽ അതിനെതിരെ ഒരു സാധാരണ ഒരു സഹോദരൻ ഒരു പക്ഷേ വൈകാരികമായി പെരുമാറി പോകാം. പക്ഷേ ഇവിടെ ഒരു എം.എൽ.എ. ആണ് എന്ന പ്രത്യേകതയുണ്ട്. ഗൂഗിൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ട ഒരാളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പരാമർശം വരുന്നത് മാത്രമാണ് ഇവിടെ വിഷയമായി മാറിയിട്ടുള്ളത്. ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്.